ദ്രോണർ അർജുനനും അശ്വത്ഥാമാവിനും മാത്രമാണ് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ഈ അർജുനന് ഉപദേശിക്കുമ്പോൾ ഏർപ്പെടുത്തിയിരുന്ന നിബന്ധനകൾ, ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടാണല്ലോ ഉപദേശിച്ചത്. ആ നിബന്ധനകൾ ഗുരുദക്ഷിണയുടെ നമുക്ക് മാറ്റിവെക്കാം. മറ്റ് നിബന്ധനകൾ അശ്വത്ഥാമാവിനും ബാധകമായിരുന്നു. അശ്വത്ഥാമാവിന് കൊടുത്തില്ല, അത്ര നിർബന്ധിച്ചിട്ട്. നിനക്ക് അതിനുള്ള മനപ്പാകമുള്ള ആളല്ല എന്ന് പറയും, അതുകൊണ്ട് തരില്ല. പിന്നെ അവൻ നിർബന്ധിച്ച് ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ ആ കാര്യം സാധിച്ചേ മടങ്ങൂ എന്നുള്ള പ്രകൃതക്കാരനാണ് അശ്വത്ഥാമാവ്. ഒരിക്കൽ കൃഷ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് അശ്വത്ഥാമാവ് ചോദിച്ചു, ദ്വാരകയിൽ ചെന്നിട്ടേ, എന്താ ചോദിച്ചു. അപ്പം ഞാൻ കേശവനെ കാണാൻ വന്നതാണ്. പറഞ്ഞോളൂ, കാര്യം എന്താണ്? അതെ, എനിക്ക് ബ്രഹ്മാസ്ത്രം അറിയാം. നല്ലതിനെ ഇരുന്നോട്ടെ, കയ്യിലിരുന്നോട്ടെ. അത് അല്ലാതെ അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ തരാം ഈ ബ്രഹ്മാസ്ത്രം. എനിക്ക് വേണമെന്നില്ല ഇപ്പോൾ ബ്രഹ്മാസ്ത്രം, അതിൻ്റെ ഒരു പോരായൊന്നും ഇപ്പോൾ എനിക്കില്ല, ആവശ്യവുമില്ല. അത് കയ്യിലിരിക്കട്ടെ, വലിയൊരു വിദ്യയല്ലേ ഇത്, കയ്യിലിരിക്കട്ടെ. അത് ആ അറിവ് നല്ലതാണ്, അത് പ്രയോജനപ്പെടും. അപ്പോൾ അത് വേണ്ട ഇല്ലേ? അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അങ്ങടിലിരിക്കുന്ന ചക്രായുധം ഉണ്ടല്ലോ, അത് എനിക്കിതാ എന്ന് പറയും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതം. ആയുധങ്ങൾ എവിടെ കണ്ടാലും സംഭരിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്ക് ചില പ്രകൃതങ്ങളുണ്ടായാലും, ചെടികൾ എവിടെ കണ്ടാലും അത് ഞൊട്ടിക്കൊണ്ട് പോരും. ഓ, ഈ ചെടി എൻ്റെ കമ്പൊടിച്ചു കൊടുത്തു. അപ്പോൾ അത് നട്ടു വളർത്തിയവനിങ്ങനെ ഹൃദയവേദനയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിചയത്തിൻ്റെ പേരിലൊന്നും മിണ്ടാനും വൃത്തിയില്ല, അത് ഞൊട്ടി അവിടെ നിന്നു. അപ്പോൾ എവിടെ ചെന്നാലും ചെടി സംഭരിക്കുക. അങ്ങനെയുണ്ട് ചില ആളുകൾ. പക്ഷികളെ സംഭരിച്ചുകൊണ്ടൊന്ന് വളർത്തുക, അങ്ങനെയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൗതുകം ആയുധങ്ങൾ സംഭരിച്ചു കൊണ്ടുവരിക എന്നുള്ളതിലാണ്. അപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് ചക്രായുധം ചോദിക്കത്തക്ക വിധത്തിൽ ഉച്ഛൃംഖലനായിരുന്നു അക്കാര്യത്തിൽ അശ്വത്ഥാമാവ്. അതുകൊണ്ട് വളരെ കാലം ഇത് കൊടുക്കാതിരുന്നു. പക്ഷേ ശല്യം ചെയ്ത് മുടിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം അശ്വത്ഥാമാവിനും ഇത് കൊടുത്തിരുന്നു. ഒരുപക്ഷെ ഗുരുവിൻ്റെ പൂർണ്ണ തൃപ്തിയില്ലാതെ വാങ്ങിയത് കൊണ്ടാവാം ഇത് ലോകം നശിച്ചാലും ഇത് ഉപയോഗിക്കുന്നുള്ള ഒരു ധാർഷ്ട്യത്തിലേക്ക് അശ്വത്ഥാമാവനെ. തൃപ്തി ഇല്ലാത്തതുകൊണ്ടല്ല, അശ്വത്ഥാമാവിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഇപ്പോൾ ഇദ്ദേഹം തൃപ്തിയോട് തന്നെ കൊടുത്തു എന്നിരിക്കട്ടെ, എന്നാലും അശ്വത്ഥാമാവ് അത് ഉപയോഗിക്കും സന്ദർഭം വരുമ്പോൾ. അക്കാര്യത്തിൽ യാതൊരു നിഷ്ഠയുമില്ല. വേദങ്ങൾ അധ്യയനം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. വേദാധ്യയനം ചെയ്ത് മനഃപ്പാകം വന്നവരെ മാത്രമേ ആയുധവിദ്യ പഠിപ്പിക്കാവൂ എന്നാണ് നിയമം. വേദാധ്യയനം ചെയ്തിട്ട് മനസ്സിൽ നിന്ന് ശത്രുത പോയ ആളുകളുണ്ട്. വ്യക്തിയോടല്ല ശത്രുത വരേണ്ടത്, പിന്നെ എന്താണ്? ആ വ്യക്തിയിൽ അന്തർനിഹിതമായിരിക്കുന്ന അധർമ്മത്തോടാണ്. ഒരു വ്യക്തിയോട് ശത്രുത പുലർത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആ വ്യക്തിയിൽ അന്തർനിഹിതമായ അധർമ്മം ഇല്ലാതെയാകുമെങ്കിൽ ആ വ്യക്തി അപ്പോൾ തന്നെ മിത്രമായി. അധർമ്മം പോയാൽ അയാൾ സ്വീകാര്യനായി. ഇതങ്ങനെയല്ല. എല്ലാവരെയും മുൻകൂട്ടി ശത്രുവായി കാണുന്ന സ്വഭാവം, മറ്റൊരാൾ ജീവിച്ചിരിക്കുന്നത് എനിക്കെതിരാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ പ്രതിനിധിയായിട്ടാണ് ഇദ്ദേഹം വരുന്നത്. പിന്നെ പ്രതികാരത്തിൻ്റെ, ഒടുങ്ങാത്ത പ്രതികാരത്തിൻ്റെ നിത്യമായ പ്രതീകമായി നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാവുന്നതാണ്. വലിയ പ്രതികാരമാണ്. പ്രത്യേകിച്ചും ഒരു ബ്രാഹ്മണകുമാരന് അങ്ങനെ ഒരു പ്രതികാരം വരാൻ പാടില്ല. അപ്പോൾ ആയുധങ്ങൾ എവിടെ കണ്ടാലും ഇദ്ദേഹം അത് സ്വീകരിക്കാൻ സന്നദ്ധനാണ്. കൃഷ്ണനോട് നേരെ ചെന്ന് ചക്രായുധം ചോദിച്ചാൽ കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം അങ്ങോട്ടൊരു സൗജന്യം വാഗ്ദാനം ചെയ്തത്. കൃഷ്ണൻ ഇദ്ദേഹം വരുമെന്നും ഇതൊക്കെ പറയുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻ അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ത്രികാല ജ്ഞാനം കൊണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെയാണ് അവിടെ ചെന്ന് ചക്രായുധം ചോദിക്കുന്നത്. അത് കൊടുത്തില്ല. അത് തരില്ല എന്ന് പറയാൻ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടായി. ഞാനൊരു പകുതി തരാൻ ചക്രായുധത്തിൻ്റെ എന്ന് പറഞ്ഞില്ല. ഈ ആതിഥ്യ മര്യാദയൊക്കെ ഉണ്ടല്ലോ നമ്മൾ വിഷമിച്ച ആളുകൾക്ക് ചില സൗജന്യങ്ങൾ ചെയ്യില്ല. അങ്ങനെ വിഷമിച്ച് സൗജന്യം ചെയ്യുന്ന പ്രകൃതമല്ല കൃഷ്ണൻ്റേത്. തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. വലിയ അടുപ്പമാണ് താനും. ദ്രോണരോട് വലിയ ബഹുമാനം, അശ്വത്ഥാമാവിനോട് വലിയ ബഹുമാനം. എതിരെ ചെന്ന് എഴുന്നേറ്റ് ചെയ്യുന്ന എതിരേറ്റ് കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ അതൊക്കെ കഥയിൽ ഒരുപാട് സംഗതികളുണ്ട്. അങ്ങനെ കാല് കഴുകുകയും രുക്മിണിയെ വിളിച്ച് പരിചയപ്പെടുത്തുകയും തൻ്റെ തന്നെ ആടിക്കൊണ്ടിരുന്ന സപ്രപഞ്ചക്കട്ടിലിൽ ഇദ്ദേഹത്തെ ഇരുത്തി കാല് കഴുകിയ വെള്ളം എല്ലാവരെയും കൊണ്ടുവന്ന് തളിച്ച് അശുദ്ധാക്കി അവിടെ മുഴുവനും. അങ്ങനെയാണ്. ഇത് പുണ്യ തീർത്ഥമാണെന്നാണ് കാല് കഴുകുന്ന വെള്ളം നമ്മുടെ ഒരു സങ്കല്പം. കൃഷ്ണനത് ചെയ്തു. അശ്വത്ഥാമാവിൻ്റെ കാല് കഴുകുക. ഈ കുചേലൻ്റെ കാല് കഴിയുന്ന കഥയിലുണ്ടല്ലോ, അതുപോലെ അതിനൊന്നും ഒരു മടിയുമില്ല. അപ്പോൾ ഇതാണ് അശ്വത്ഥാമാവിൻ്റെ പ്രകൃതം. ആയുധങ്ങളോടുള്ള ഒരു കമ്പം,
ആയുധങ്ങളോടുള്ള ഭ്രമം, വേദം പഠിക്കാതിരിക്കലും, വേദാധ്യയനം എന്ന് പറയുന്ന നിർബന്ധിതമായ അനുഷ്ഠാനക്രമം പാലിക്കാതിരിക്കുക, ആയുധങ്ങൾ അന്വേഷിച്ച് നടക്കുക, എന്നിട്ട് കർണനെയും ദുര്യോധനനെയും കൂട്ടുപിടിക്കുക ഓരോ കാര്യത്തിനും, ശകുനിയോട് വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുക സൗകര്യം കിട്ടുമ്പോഴെല്ലാം. അവിടെ നിന്നെല്ലാം എന്തായിരിക്കും കിട്ടുക? ശകുനിയോട് സംസാരിച്ചാൽ എന്തായിരിക്കും ആ സംസാരിക്കുന്ന ആളിന് സംഭവിക്കാൻ പോകുന്നത്? സംസാരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അവൻ്റെ ഹൃദയം ദൂഷിതമാകും. കാരണം ദുഷ്ടതയുടെ ഒരു റിസർവ് ബാങ്കാണ് ശകുനി. താമസിക്കേണ്ടാത്തടത്ത് വന്ന് താമസിക്കുകയാണ്. സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുത്തടത്ത് പോയി ആരെങ്കിലും താമസിക്കുക, വല്ലപ്പോഴൊരിക്കൽ അവിടെ ചെന്നിട്ട് പോരുക എന്നുള്ളതല്ലാതെ അപമാനിതനായി വേണം അവിടെ താമസിക്കാൻ. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ധൃതരാഷ്ട്ര ഇദ്ദേഹത്തെ അവമാനിക്കുന്നുണ്ട്, ശകുനിയെ വിളിച്ച് പറയും നീയാണ് എൻ്റെ മകനെ ചീത്തയാക്കുന്നത്. അദ്ദേഹം വളരെ ശാന്തമായി ചിരിച്ചു കൊണ്ട് നിന്ന് കേൾക്കും, മറുപടി പോലും പറയില്ല. അങ്ങനെയാണ് ധൃതരാഷ്ട്ര അദ്ദേഹം കരുതിയിരിക്കുന്നത്. എന്താണ്? ആ ധൃതരാഷ്ട്രക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ തൻ്റെ കൈവശം ഇരിക്കുകയാണ്, താൻ ചലിപ്പിക്കുന്നതനുസരിച്ച് അവൻ ചലിക്കും. അപ്പോൾ ഈ കിളവൻ കണ്ണുപൊട്ടൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നാണ് ശകുനിയുടെ വിചാരം. ശകുനി നല്ല പഠനത്തിന് വിധേയമാക്കാവുന്നൊരു കഥാപാത്രമാണ്. അതായത് ദുഷ്ടതയുടെ പ്രധാന വിധാനങ്ങൾ ഏതെല്ലാം തരത്തിലുണ്ട് എന്ന് ശകുനിയെ നോക്കി പഠിക്കണം എന്നാണ്.